നമ്മുടെ ഉസ്മാൻ ജി എന്തോ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാൻ വരുന്നുണ്ട്. നമുക്കൊന്ന് കേട്ടാലോ. ഉസ്മാൻ ജി, കമോൺ, ഇങ്ങോട്ട് കടന്നു വന്നേ. ജി, ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ടല്ലോ. എന്ത് ചോദിച്ചാലും മറുപടി പറയണം. ഈ ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് ചോദിക്കും, പിന്നെ എന്തെങ്കിലും ഉത്തരം പറഞ്ഞിട്ട് പോരുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്. നമ്മുടെ മാങ്ങാണ്ടി ഇന്നലെ അടൂരിൽ വെച്ചിട്ട് VK ശ്രീകണ്ഠനുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തിയല്ലോ. ജി അറിഞ്ഞിരുന്നോ? ഇന്നലെ VK ശ്രീകണ്ഠൻ MP അടൂരിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. അതായത് രാഹുലിനെ കോൺഗ്രസ് പുറത്താക്കി എന്ന് പറയുമ്പോഴാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച. എനിക്ക് പറയാനുള്ളത്, ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളെ, ഇന്ത്യക്കാരെ അടിയന്തരമായി തിരിച്ചു കൊണ്ടുവരാനും വേണ്ട സംരക്ഷണം ഉറപ്പുവരുത്താനും കേന്ദ്ര ഗവൺമെന്റ് ശ്രമിക്കണം എന്നുള്ളതാണ്. ഇതേ സംബന്ധിച്ച് കേന്ദ്ര വിദേശകാര്യ മന്ത്രിക്ക് ഞാൻ ഇന്ന് രാവിലെ ഒരു കത്ത് നൽകിയിട്ടുണ്ട്. കണ്ടല്ലോ, ഇതാണ് കേരളത്തിലെ കോൺഗ്രസ്. ചോദ്യം എന്ത്, ഉത്തരം എന്ത്. നമ്മുടെ നാട്ടിൽ മാധ്യമങ്ങൾ ഈ ചോദ്യം അങ്ങ് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഉത്തരങ്ങൾ മാത്രം കാണിക്കും. പക്ഷേ ഇവരോട് കൃത്യമായി ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഉത്തരം പറയാറില്ല. ഇന്നലെ ഒരു വിവാദ സംഭവമാണ്. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ മാങ്ങാണ്ടിയെ VK ശ്രീകണ്ഠൻ അടൂരിൽ പോയി കണ്ടിരിക്കുന്നു. പാലക്കാടുകാരൻ അങ്ങ് അടൂരിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു കൂട്ടുകച്ചവടമാണ്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ വിദഗ്ധനാണ്. ഏത് വിദഗ്ധൻ? മരുന്നൊക്കെ എഴുതി കൊടുക്കാൻ VK ശ്രീകണ്ഠൻ ഏതെങ്കിലുമൊക്കെ കലക്കലിൻ്റെ മരുന്ന് ആവശ്യമുണ്ടോ, അതിൻ്റെ കുറിപ്പടി എഴുതി വാങ്ങാൻ പോയതാണെന്നൊന്നും അറിയില്ല. ആ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സുകാരടുത്ത് ചോദിക്കുമ്പോൾ ഇപ്പോൾ പശ്ചിമേഷ്യയിലേക്ക് നേരെ അങ്ങ് ചെല്ലുകയാണ്. കാര്യം നിങ്ങൾ വന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നു, നിങ്ങൾ ചോദിച്ചോ, അല്ലെങ്കിൽ ആദ്യമേ വന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എനിക്ക് പശ്ചിമേഷ്യയെക്കുറിച്ചാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ കേരളത്തിൽ അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും രാവിലെ മാധ്യമങ്ങളെ കാണാൻ ഏറ്റവും പ്രിവിലേജുള്ള മനുഷ്യൻ മുഖ്യമന്ത്രിയാണ്. പക്ഷേ നിങ്ങൾ നോക്കിയാൽ കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രിമാരാണ് ഇപ്പോൾ നിരന്ന് എല്ലാ ദിവസവും KC വേണുഗോപാൽ, VD സതീശൻ, ഒപ്പം തന്നെ രമേശ് ചെന്നിത്തല, K മുരളീധരൻ തുടങ്ങി കോൺഗ്രസ് നേതാക്കന്മാർ എല്ലാ ദിവസവും മുടങ്ങാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നുണ്ട്. വന്നതിന് ശേഷം ഇതൊരു പ്ലാൻഡ് ആണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. നിങ്ങൾ ചോദിച്ചോ എന്ന് പറയുകയും കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമില്ലാതെ ഏതിലേക്ക് പോകും? ഉടനടി ഇവർക്ക് ആയിട്ട് ഈ വിഷയത്തെ വഴിതിരിച്ചു വിടാനുള്ള തന്ത്രം എന്താണെന്നാണ് ചെന്നിത്തല അല്ലെങ്കിൽ ഉസ്മാൻ ജി കാട്ടിത്തന്നത്. മാങ്ങാണ്ടി ചോദ്യം ചോദിച്ചാൽ അദ്ദേഹം പശ്ചിമേഷ്യയുടെ കാര്യം പറയാം, അല്ലെങ്കിൽ അദ്ദേഹം പശ്ചിമേഷ്യയുടെ കാര്യമാണ് പറയാൻ വന്നതെങ്കിൽ തുടക്കത്തിൽ വന്നിട്ട് എന്ത് ചെയ്താൽ മതി? ചോദിക്കുക എന്ന് പറയേണ്ട കാര്യമില്ല. ആ പ്രതികരണം നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചത് ഒന്ന് മൊത്തത്തിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കോൺഗ്രസ്സുകാർ മാധ്യമങ്ങളിലൂടെ നാട്ടുകാരുടെ മുന്നിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില കലാപരിപാടികളാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ അത് വെച്ച് ചെയ്തത്.